ഒരുപാട് കടബാധ്യതയുണ്ട്. എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നാണ് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന എന്താണ്? കടബാധ്യതയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ ഉപബോധ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കടം കടം കടം. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കടം കൂടി കൂടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു പദ്ധതിയിലൂടെ ആ കടം നമുക്ക് തീർക്കാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ എഫേർട്ട് ഇടണം. എക്സ്ട്രാ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം. ഞാൻ അംബിക അജയ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ തന്നെ മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾ ദുബായിൽ നിന്ന് അർജൻറ്റായിട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ലോട്ടറി എടുത്തു, അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ഓൾറെഡി ഭയങ്കര പൈസക്കാരനാണല്ലോ, ഇത് സാധാരണക്കാരന് കൊടുത്തിരുന്നതെങ്കിൽ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, നമ്മൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു വലിയൊരു സമ്പന്നൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കാം, എന്നിലേക്ക് എങ്ങനെ ഏതൊക്കെ മാർഗത്തിലൂടെ എനിക്ക് പണം സമ്പാദിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. നേരെ മറിച്ചൊരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ ചിന്തിക്കുന്നത് എന്താണ്? എങ്ങനെ എൻ്റെ കടം തീർക്കാം. അപ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ ആദ്യം ചിന്തയിൽ മാറ്റം വരുത്തണം. അതിൻ്റെ കൂടെ നമ്മൾ ആക്ഷൻ എടുക്കണം. താങ്ക് യു.